വളരെ റീസെൻ്റായിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ചിന്തകൾ വന്നു. അയ്യോ, ഇതിങ്ങനെ ആയാലും എന്ത് ചെയ്യും, അതങ്ങനെ ആയാലും എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചിന്തകൾ വന്നിട്ട് നിങ്ങളത് ഉപേക്ഷിച്ചിട്ടുണ്ടോ? സോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ. ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ എന്താണ് ഓവർ തിങ്കിങ്? നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി അവസാനം നമ്മൾ ഇപ്പോൾ കറൻറ്റ്ലി എന്താണോ ചെയ്യുന്നത് ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ ആവുക എന്നുള്ളതാണ് ഓവർ തിങ്ക്, അല്ലേ? അമിതമായിട്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഓവർ തിങ്കിങ് ആക്ച്വലി നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസമാണ്. അതായത് നമ്മളെ ഫെയിലിയറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അല്ലെങ്കിൽ നമുക്ക് തോറ്റു പോവുക, മിസ്റ്റേക്ക് പറ്റുക, അങ്ങനെയുള്ള പേടിയുണ്ടല്ലോ. ആക്ച്വലി ആ പേടിയാണ് ഈ ഓവർ തിങ്കിങ്ങിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം. അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ട് ഇഫ് ഇത് വന്ന് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, എങ്ങനെ, ഞാനത് ചെയ്താൽ ഇങ്ങനെ വരില്ല, എന്ത് ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആക്ച്വലി ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്, അതിൻ്റെ ബാക്കിലുള്ള കാരണം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. തോക്കാനുള്ള പേടി, മിസ്റ്റേക്ക് ചെയ്യാനുള്ള പേടി, ജഡ്ജ് ചെയ്യപ്പെടുക എന്നുള്ള പേടിയാണ് ഓവർ തിങ്കിങ്ങിൻ്റെ പിന്നിലുള്ള കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നൊരു മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ഒരു 5 സെക്കൻഡ് റൂൾ ഉണ്ട്. അതായത് നിങ്ങളിനി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാണ് ആഗ്രഹം. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ വരും. എന്താ വരുന്നത്? ആരും കണ്ടില്ലെങ്കിലോ, ഞാൻ തോറ്റുപോയാലോ, ആരെങ്കിലും എന്നെ ജഡ്ജ് ചെയ്താലോ, ഇത് റീച്ച് ആയില്ലെങ്കിലോ, മറ്റുള്ളവരെന്നെ കുറിച്ച്, എൻ്റെ വീഡിയോസിനെ കുറിച്ച് മോശം പറഞ്ഞാലോ, ക്രിട്ടിസൈസ് ചെയ്താലോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഫസ്റ്റ് എന്തായാലും വരും. അപ്പോൾ ഇനി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് 5 4 3 2 1 എന്ന് പറഞ്ഞ് എണ്ണുക. ഈ 5 4 3 2 1 എന്ന് എണ്ണുമ്പോഴത്തേക്കും ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ കാര്യം ചെയ്യുക. ഓക്കെ, സോ അത്ര പോലും സമയം ആർക്ക് കൊടുക്കരുത്, ബ്രെയിനിന് കൊടുക്കരുത്. എന്തിനു വേണ്ടിയിട്ട്? ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാൻ ബ്രെയിനിന് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നി, എനിക്കിപ്പോൾ ഈ ബുക്ക് വായിക്കണം എന്ന് തോന്നി, ഞാൻ ബുക്ക് വായിക്കാനിരുന്നു, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് വരുന്നതിന് മുന്നേ തന്നെ 5 4 3 2 1 തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പുസ്തകം എടുക്കുക, വായിക്കുക. സോ നമ്മുടെ ബ്രെയിനിന് ഒട്ടും സമയം കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, എന്ത് പറ്റും എന്ന് ചിന്തിക്കാതെ മാക്സിമം എന്ത് പറ്റും എന്ന് ചിന്തിക്കുക. അതായത് അങ്ങനെ വന്നാൽ ഇങ്ങനെ വരുമോ, അങ്ങനെ ചിന്തിക്കാതെ ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ മാക്സിമം എൻ്റെ ലൈഫിൽ എന്ത് വരും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാനൊരു പബ്ലിക് സ്പീക്കിംഗ് പേടിയുള്ള ആളാണെങ്കിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ കൂടിയാൽ ഞാനൊന്ന് വരയ്ക്കും, ചിലപ്പോൾ 4 ആൾ എന്നെ കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഞാൻ നിന്ന് പോവുമായിരിക്കും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംഭവിക്കില്ലല്ലോ, ഞാൻ മരിച്ചു പോകുമൊന്നുമില്ലല്ലോ. അതായത് എന്താണ് നമ്മളൊരു കാര്യം ചെയ്താൽ വേഴ്സ്റ്റായിട്ട് സംഭവിക്കാവുന്ന കാര്യം എന്താണ്, അത് മാത്രം ആലോചിക്കുക. അല്ലാതെ കൂടുതൽ എന്ത് ചിന്തിക്കാതെ മാക്സിമം പറ്റാവുന്നതല്ലേ ഉള്ളൂ, അത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതിന് അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. വാട്ട് ഇഫ് ഒക്കെ മാറ്റി ഏറ്റവും വേഴ്സ്റ്റ് കേസ് ആയിട്ടുള്ള സിനാരിയോയെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് കാര്യങ്ങൾ തുടങ്ങുക. പിന്നെ അടുത്ത കാര്യം, ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല, അല്ലേ? നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നാലും കാര്യം നടക്കില്ല. നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴും പറഞ്ഞു, ലോ ഓഫ് ആക്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഇതെപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്, പെർഫെക്റ്റ് ആവട്ടെ അങ്ങനെ സാധിക്കാതെ എന്താണോ കയ്യിലുള്ളത്, എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. കൂടുതൽ ചോയ്സസിലേക്കോ കൂടുതൽ കാര്യങ്ങളിലേക്കോ പോകരുത്. ഉദാഹരണമായിട്ട് സ്റ്റീവ് ജോബ്സിനെ ശ്രദ്ധിച്ചറിയാം, ഒരേ ടൈപ്പ് അറ്റയറാണ് അദ്ദേഹം എപ്പോഴും ഇടുന്നത്. എന്താ കാര്യം? അത് കൂടുതൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി, അതിൽ ഇനി കുറേ ഫോക്കസ് ചെയ്ത് കുറേ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ചോയ്സസ് കൊടുക്കാതെ ഏറ്റവും ഇതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നില്ല, എല്ലാം ഇംപെർഫെക്ഷൻസിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ക്രമേണ അത് പെർഫെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പെർഫെക്റ്റ് ടൈമിംഗ് നോക്കാതെ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുക. വെറുതെ ചിന്ത മാത്രമല്ല, ആക്ഷൻ എടുക്കുക. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു
പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് എടുക്കുക. അതായത് ചെറിയൊരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കണമെങ്കിൽ മാക്സിമം 1 മിനിറ്റ് 60 സെക്കൻഡ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ചെറിയ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ. അതിൽ കൂടുതൽ നിങ്ങൾ ആ തീരുമാനത്തിനെ കുറിച്ചുള്ള ആലോചനയെ ഡ്രാഗ് ചെയ്യരുത്. ചെറിയ കാര്യങ്ങളിലുള്ള തീരുമാനം 60 സെക്കൻഡ് കൊണ്ടും വലിയ കാര്യങ്ങളിലുള്ള തീരുമാനം 24 മണിക്കൂർ കൊണ്ടും എടുക്കാൻ ശീലിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒരുപാട് കുറയും. അപ്പോൾ ഇനിയൊരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് എന്താവും എങ്ങനെയാവും എന്ന് ചിന്തിക്കാതെ എത്രയും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഹാക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക.